نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا السلام عليكم ورحمة الله وبركاته. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് എന്തായിരുന്നു, അതായത് ഫസ്റ്റ് ട്രംപറ്റ് ബ്ലോ ചെയ്തപ്പോൾ അല്ലേ, ഫസ്റ്റ് കാഹളം ഊതിയപ്പം എങ്ങനെയായിരുന്നു ആ സമയത്ത് മറ്റേ ഡിസ്ട്രക്ഷനും പിന്നെ ആൾക്കാർ കുഴഞ്ഞു പോകലും എല്ലാം. ഓക്കെ, ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 40, അതായത് ഒരു ഹദീസിൽ പറയുന്നത് 40 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വർഷമാണോ, അത് മാസങ്ങളാണോ, മണിക്കൂറുകളാണോ, ദിവസങ്ങളാണോ എന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ഇറ്റ് ഈസ് ഓൺലി എ പീരിയഡ് ഓഫ് 40 എന്ന് മാത്രമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂ ഹുറൈറയാന്ന് തോന്നുന്നു, അബൂ ഹുറൈറ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം നൽകിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ ഒരു പീരിയഡ് ഓഫ് 40, അത് എപ്പോഴാണെന്നറിയില്ല, അൺനോൺ. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ കൊടുക്കും. ഓക്കെ, ഒരു മഴ, അതായത് ഇത് രണ്ടാമത്തെ കാഹളം ഊതുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഈ ഒരു മഴ ഇങ്ങനെ വരും. അതായത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മഴയാണെന്നാണ് ചില നെറേഷൻസ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന സാധാരണ മഴയൊന്നുമല്ല, ഒരു തിക്കായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫുൾ ഭൂമിയിലേക്ക്, കാരണം ഇത് ഫുൾ നശിച്ചില്ലേ ഭൂമിയെല്ലാം, ഈ ഫുൾ ഭൂമിയിലേക്ക് അങ്ങ് വരും. എന്നിട്ട് പിന്നെ ഇതിൽ നിന്നാണ്, അതായത് പിന്നെയാണ് ഈ കാഹളം ഊതുന്നത്. അതായത് രണ്ടാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കമാൻഡ് ചെയ്യും രണ്ടാമത്തെ കാഹളം ഊതാൻ. അത് ഊതിക്കഴിഞ്ഞിട്ടാണ് എല്ലാവരും, അതായത് നമ്മളെല്ലാവരും, അതായത് മരം വളരുന്ന പോലെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വളരുന്നത്. അതുകൊണ്ടാണ് കുറേ സ്ഥലത്തിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഇത് വളരുന്ന നോക്കൂ, ഈ പ്ലാന്റ്സും ചെടികളും വളരുന്ന നോക്കൂ. ഇതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ബഅസ്, അതായത് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ നിങ്ങളെയും ഇതേപോലെയാണ് കൊണ്ടുവരാൻ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതാണ് ഓർമ്മ വരേണ്ടത്, റിസറക്ഷൻ. ഓക്കെ, അതായത് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഓരോന്ന് വളരുമ്പം നമ്മൾക്ക് ശരിക്ക് ഈ റിസറക്ഷനെ പറ്റിയിട്ടാണ് അത് നമ്മളെ റിമൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ കാണുമ്പം ചില സ്ഥലത്ത് നമ്മൾ കാണുന്നില്ല, അതായത് ശരിക്ക് ടൈൽസിൻ്റെ ഉള്ളിൽ നിന്ന് വരെ മരം വളരുന്ന കണ്ടിട്ടില്ല. അതെങ്ങനെ നമ്മൾ തന്നെ തേടുന്നത് ഇതിങ്ങനെ ഇതിൻ്റെ ലൈഫ് വരുന്നതെന്ന്. അതേപോലെയാണ് നമ്മളെല്ലാവരും അങ്ങ് പൊന്താൻ, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആദ്യം വരുന്നത് ആരാണ്? ആദ്യം തന്നെ മേലോട്ട്, ഓക്കെ, ഈ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് മേലയിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ഹദീസ് മുസ്ലിമിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഞാനാണ് ലീഡർ ഓഫ് ദ, അതായത് ഞാനാണ് ബനി ആദമിൻ്റെ ലീഡർ. ഓക്കെ, ഈ ദിവസം അതായത് യൗമുൽ ബഅസ്, ഈ ഡേ ഓഫ് റിസറക്ഷന് ഞാനാണ് ബനി ആദമിൻ്റെ ലീഡർ. ഞാനാണ് ആദ്യം പുറത്ത് വരുന്നത്, അതായത് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനാണ് ആദ്യം പുറത്ത് വരുന്നത്. എനിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യാനെന്ന്. എന്നിട്ട് ഞാനാണ് ഷഫാഅത്ത് നൽകാനും, ആദ്യം ഷഫാഅത്ത് നൽകുന്നതും ആ ഷഫാഅത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് പറയുന്നത്. കാരണം ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കാറ്റഗറീസിന് കൊടുത്തിട്ടുണ്ട് വേറെയും ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ഇതിൽ നോക്കാം ആ സമയം എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അന്നത്തെ ദിവസം എല്ലാവരും വി വിൽ ബി ഗ്യാതേർഡ്. പക്ഷെ നമ്മളെല്ലാം പൊന്തി വരാൻ നമ്മളെ ഇപ്പോഴത്തെ കോലത്തിലല്ല, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ല, പക്ഷേ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തെന്നാണ്, നമ്മളെല്ലാവരും അതായത് ഭയങ്കര ഹൈറ്റിലായിരിക്കും. ഓക്കെ, 60 ക്യൂബിറ്റ് എന്നല്ല പറയുന്നത്, ഭയങ്കര ഹൈറ്റിലായിരിക്കും. അതുമാത്രമല്ല, നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അന്ന് നമ്മൾ കാണും. അതായത് ഇപ്പം നമ്മൾ ഈ ദുനിയയിലെ ശരീരത്തിൽ നമ്മൾക്കൊന്നും കാണുന്നില്ലല്ലോ. അത് നമ്മൾക്ക് മലക്കിനെ കാണും, നമ്മൾ ചുറ്റും ഉണ്ട് മലക്ക്, നമ്മളെ തോളിൻ്റെ 2 ഭാഗത്തുണ്ട് മലക്ക്, നമ്മളെ മുമ്പിലും ഉണ്ട് ബാക്കിലും ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ സൂറ റാദിൽ. നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മലക്കിനെ നമുക്ക് കാണുന്നുണ്ടാ.
ജിന്നുകളുണ്ട് ചുറ്റും നമുക്ക് കാണുന്നുണ്ടോ? നമ്മൾക്ക് അദൃശ്യമായ ഒരു കാര്യങ്ങളും ഈ ദുനിയാ ശരീരം കൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റൂല. പക്ഷെ ഇതെന്തെന്നാണ്? ഇത് നമ്മൾ കാണാത്ത എല്ലാ കാഴ്ചകളും നമ്മൾക്ക് അന്ന് കാണും. അതായത് നമ്മൾ കേട്ട കാര്യങ്ങൾ, ഈ ഖുറാനിലൂടെ ഹദീസിലൂടെ കേട്ട കാര്യങ്ങളിലാണ് അന്ന് കാണാൻ പോകുന്നത്. നമ്മൾ മലക്കിനെ കാണും മേലേന്നേ ഇറങ്ങി എത്തുന്നത്, റോസായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവരിങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണും. അന്നത്തെ ദിവസം മലക്കുകളെ കാണും, നമ്മൾ ഷയാത്തീനെ കാണും, ജിന്നിനെ കാണും, നമ്മളെല്ലാം കാണും. ഈ ദുനിയയില് നമ്മളെ ഈ കണ്ണുകൾ അതൊന്നും കാണാൻ പറ്റൂല, അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബായിട്ടുള്ളത്. പക്ഷെ അന്ന്, അതായത് പുതിയൊരു ക്രിയേഷൻ ആയിട്ട് നമ്മൾ മേലോട്ട് പൊന്ത് വരുമ്പം നമ്മളെല്ലാം കാണും. ഓക്കെ, കാരണം ഈ സമയത്ത് നമ്മളെ ബോഡിയും നമ്മളെ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് ശരിക്കും ആലോചിക്കുക, നമ്മൾ ഈ ദുനിയയിൽ നമ്മളെ ബോഡിയും നമ്മളെ സോളും ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്, ടെമ്പററി ആണ് ഇവിടുത്തെ കണക്ഷന്. ബോഡിയും സോളും റൂഹും ഈ ശരീരവും ടെമ്പററി കണക്ഷനാണ്. കാരണം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഈ റൂഹ് ഇത് വിട്ടു പോകുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ വിട്ടു പോകുന്നുണ്ട് ഈ ദുനിയേന്ന്. നേരെ മറിച്ച് ഇപ്പം എന്തെന്നാണ്, അതായത് ഇപ്പം റൂഹും ബോഡിയും ഈ ബോഡിയിൽ പെർമനൻ്റ് ആണ്. ഓക്കെ, പെർമനൻ്റ്, ഇനി ഇവിടുന്ന് വിട്ടു പോവില്ല, ഇവിടെ മരണമില്ല, ഇത് പെർമനൻ്റ് ആണ്. ഈ ശരീരത്തിലേക്ക് ഇത് കയറിയത് പെർമനൻ്റ് ആണ് ഈ റൂഹ്. ഓക്കെ, അതായത് ഈ റിസറക്ഷൻ ഡേനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ സംശയവും അവിടെ നിന്ന് തീരും. സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഈ ഖുർആൻ സത്യമാണെന്ന് അറിയുമെങ്കിൽ, നമ്മൾക്ക് ഈ ഖുർആൻ ഹക്കാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ കാഫിൽ പറയുന്നുണ്ട്. അതായത് സൂറ കാഫ് മാത്രമല്ല, എല്ലാത്തിലും കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷെ സൂറ കാഫിലുള്ളത് നോക്കിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇത് 22-ാമത്തെ ആയത്താണ്. ഓക്കെ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, അതായത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തെ പറ്റി ഭയങ്കര ഹീഡ്ലെസ് ആയിരുന്നു. അതായത് ഹീഡ്ലെസ് എന്ന് പറഞ്ഞാൽ കെയർലെസ്. ഇത് കേട്ടിട്ടും ഇതൊന്നും ബലികനെ മനസ്സിൽ കൊടുക്കാത്തത്. ഓക്കെ, ഫകശഫ്ന അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഫകശഫ്ന, അതുകൊണ്ട് ഇന്ന് നമ്മളത് മാറ്റി തന്നിട്ടുണ്ട്. കണ്ണുകളിൽ മുമ്പിലുള്ള ഒരു വെയിലുണ്ടല്ലോ ഈ ദുനിയയിൽ ഉണ്ടായത്, നമ്മൾക്ക് അദൃശ്യമായ കാര്യം കാണാൻ പറ്റാത്ത ആ ഒരു വെയിൽ, ഓക്കെ, ഒരു കവറിങ് നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ ദുനിയയിൽ, അത് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് മാറ്റി തന്ന്. ഓക്കെ, അതുകൊണ്ട് ഫബസറുക്കൽ യൗമ ഹദീദ്, അതുകൊണ്ട് നിങ്ങളെ ഐസൈറ്റ് ഇറ്റ് ഇസ് വെരി ഷാർപ്പ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാം കാണാമെന്ന്. സുബ്ഹാനല്ലാഹ്, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ആ സമയത്ത് എല്ലാം കാണാൻ പറ്റും, ഈ ദുനിയയിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം. ഓക്കെ, ഈ ക്രിമിനൽസ്, ഓക്കെ, അവര് ഹക്ക് കൊടുത്തില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അവര് പറയും അന്നത്തെ ദിവസം ഹാദാ യൗമുൻ അസീർ, അതായത് ഇതെന്തോ ഒരു ഡിഫിക്കൾട്ട് ഡേ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇത് എന്ന്. കാരണം അവർക്ക് പേടിയുണ്ടാവുമല്ലോ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതൊന്നും അവർ വകവെച്ചില്ല. ഓക്കെ, ഈ ഡേ ഓഫ് റെസറക്ഷൻ, അതായത് ഉയർത്തി എണീപ്പിക്കുന്ന ഈ ദിവസം കുറേ സ്ഥലത്ത് മെൻഷൻഡ് ആണ്. ഒന്ന് ഇതന്നെ അധികവും നമ്മളെല്ലാവർക്കും അറിയുന്നത് സൂറ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് 51 മുതൽ 53-ാമത്തെ ആയത്ത് വരെ. ഓക്കെ, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അതായത് എന്താണ്, അതായത് കാഹളം ഊതപ്പെടുമ്പം, ഓക്കെ, ഇത് 2-ാമത്തെ കാഹളമാണ്. ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അതായത് എല്ലാവരും, എല്ലാ ബോഡീസും അവരെ ഗ്രേവിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം തന്നെ അങ്ങ് എണീറ്റ് വരും. ഓക്കെ, എന്നിട്ട് അവർ പറയും, അവർ പറയുന്നത് യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ഹാദ. ഓക്കെ, അതായത് ഇതാരാണ് നമ്മളെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ചത്, അതാണ് പറയാം. അതായത് ഇതാരാ നമ്മളെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ചത്. ഓക്കെ, അന്നേരം ഒരു വോയിസ് പറയുന്നതാണ്, ഹാദാ മാ വഅദ റഹ്മാൻ, ഇതാണ് നിങ്ങളുടെ റഹ്മാൻ പ്രോമിസ് ചെയ്തത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന അർ-റഹ്മാൻ വഅദ ചെയ്ത ദിവസമാണിത്. വസദഖൽ മുർസലൂൻ, ഇതെന്നാണ് പറയുന്നത്. അത് അള്ളാഹ് പ്രോമിസ് ചെയ്തെന്ന് മാത്രമല്ല, നബിമാർ റസൂലുകൾ പറഞ്ഞ സത്യമായി വന്ന്. ഓക്കെ, ഈ ഒരു ദിവസം ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, എന്താണ് പറയുന്നത്,
എന്താണ് പറയുന്നത്, അതായത് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ബ്ലോയിങ്, അതായത് ഈ സൈഹത്തൻ വാഹിദത്തൻ എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട്, ലൗഡ് സൗണ്ടാണ് ഇത് വന്ന ഉടനെ തന്നെ എല്ലാവരും നമ്മളെ മുമ്പിലെത്തുമെന്ന്. എവ്രിബഡി വിൽ ബി ബ്രോട്ട് ബിഫോർ അസ്, ഇതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ എന്തെന്നാണ് അന്നത്തെ ദിവസം എവ്രി വൺ വിൽ ബി ഗ്യാതേർഡ്, ആരെയും വിടാണ്ട് എല്ലാവരെയും ഗ്യാദർ ചെയ്യും. ഒരു ഹദീസിലുണ്ട് എങ്ങനെയായിരിക്കും നമ്മളെല്ലാവരെയും ഗ്യാദർ ചെയ്യാൻ. ഓക്കെ എങ്ങനെയാണ്? ബെയർ ഫുട്ടഡ്, അതായത് നെയ്ക്കഡായിട്ടും കാലുമേല് ചെരുപ്പ് ഒന്നും ഇല്ലാണ്ടും അൺസർക്കംസൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ, ആണുങ്ങൾ അൺസർക്കംസൈസ്ഡ് ആയിട്ടായിരിക്കും. അതായത് ഹൗ യു വെർ ബോൺ. ഓക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജനിച്ചു വന്നത് ആ ഒരു രീതിയിലായിരിക്കും അന്നത്തെ ദിവസം. അതായത് ഒന്നും ഇടാണ്ട് നെയ്ക്കഡായിട്ട്. അന്നേരം ഇത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒക്കെയാണോ? അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേന്ന്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഓ ആയിഷ, അന്നത്തെ ദിവസം ഭയങ്കരം ഒരു ഡിഫിക്കൾട്ടും ഭയങ്കരം ഒരു ഇതായിട്ടുള്ളൊരു ദിവസമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും ഒരു ഇതും ഉണ്ടാവില്ല അന്നത്തെ ദിവസം. കാരണം എല്ലാവരും പേടിച്ച് മരിച്ചിട്ടായിരിക്കും വന്നിട്ടാണ്, ആ ടെററിലാണ് അവരെല്ലാം ഉള്ളത് എന്ന്. ഓക്കെ എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്രിയേഷൻ. ഓക്കെ അതായത് ആദ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ആർക്കാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ ആ റെസറക്ഷൻ്റെ അന്ന്? അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനായിരിക്കുമെന്ന്. ഓക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് ഫസ്റ്റ് ക്ലോത്ത് ചെയ്യുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത് ഹദീസിലൂടെ. ഓക്കെ അതായത് ഇത് ഫത്ഹുൽ ബാരിയിലാണ് ഉള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു വന്നു. അതായത് ആദ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ആരാണ്? വസ്ത്രം കൊടുക്കാൻ, ഓക്കെ ഇട്ട് കൊടുക്കാൻ ആർക്കാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ്. ഓക്കെ ഈ ഒരു ക്ലോത്തിങ് വരുന്നത് പാരഡൈസിൽ നിന്നാണ്, ജന്നത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് ഒരു ചെയർ, അതിൻ്റെ അടുത്ത് ഒരു ചെയർ കൊണ്ടുവരും. എന്നിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിൻ്റെ റൈറ്റ് സൈഡിലാണ് പോലും വെച്ച് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ടുവന്നിട്ട് എനിക്കും വസ്ത്രം കൊണ്ടുവരുന്നത് പാരഡൈസിൽ നിന്നാണ്. ഓക്കെ അതായത് ഈ ഒരു വസ്ത്രം ആരും കാണാത്തതാണ്, ഇന്നേ വരെ കാണാത്ത ഒരു വസ്ത്രമായിരിക്കും പാരഡൈസ്. അത് ഓഫ് കോഴ്സ് പാരഡൈസിൽ നിന്നാണെങ്കിൽ നമ്മൾക്ക് ആലോചിക്കാൻ വരെ നമ്മളെ തലയ്ക്ക് ഏറുന്നില്ല അല്ലേ, എന്തായിരിക്കും അത് എന്ന്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? എവ്രി വൺ വിൽ ബി റേസ്ഡ് അപ്പ്, അതായത് എല്ലാവരും നബിമാറും റസൂലുകളും എല്ലാം they will be raised up the same way, barefooted, naked and uncircumcised. എന്നിട്ട് അവിടുന്ന് ഓരോരാൾക്ക് വസ്ത്രം വരുന്നത് എങ്ങനെയാണ്? ഓരോരാളെ ഇമ്പോർട്ടൻസ് പ്രകാരം. ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുറെ ഹദീസിൽ വായിച്ചിട്ടില്ല, അതായത് ഹിഫ്ദ് ചെയ്യുന്ന ഉമ്മാക്കും ഉപ്പാക്കും എന്തോ വസ്ത്രം ഇട്ട് കൊടുക്കും, അങ്ങനെയെല്ലാം കുറെ ഹദീസുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ ഈ ദിവസത്തിന് കുറേ പേരുകളുണ്ട്. എല്ലാം ഇതേ ഒരു ദിവസം തന്നെയാണ്, പക്ഷെ ഇതിന് പല പേരുകളുണ്ട്. അതായത് യൗമുൽ ഖിയാമ, യൗമുൽ ബഅസ്, ഇപ്പം നമ്മൾ കണ്ടതുപോലെ. പിന്നെ യൗമുൽ ഹഷർ എന്ന് പറയും, കാരണം എല്ലാവരെയും ഗ്യാദർ ചെയ്ത് കൂട്ടുന്ന ദിവസമാണിത്. പിന്നെ യൗമുൽ ഹസ്ര എന്ന് പറയും, അതായത് ഡേ ഓഫ് റിഗ്രറ്റ് എന്ന് പറയും. ഓക്കെ ഡേ ഓഫ് റിഗ്രറ്റ്, കാരണം എല്ലാവരും വിചാരിക്കും കുറച്ചും കൂടി ദുനിയെന്ന് എന്തെങ്കിലും ചെയ്താൽ മതിയേനു എന്ന് വിചാരിക്കും. നല്ലവർ വിചാരിക്കും കുറച്ചുകൂടി ഇബാദത്തുകൾ ചെയ്താൽ മതിയേനു. മോശമായവർ വിചാരിക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയേനു. അപ്പോൾ എപ്പോഴും അത് ഫുൾ ഓഫ് റിഗ്രറ്റ്ഫുൾ ഡേ ആണിത്. അങ്ങനെ കുറേ പേരിൽ ഒന്ന് നമുക്ക് നോക്കാൻ പറ്റിയത്, ഒന്ന് യൗമുൽ അർദ് എന്ന് പറയും. യൗമുൽ അർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ഓഫ് ഡിസ്പ്ലേ. എന്തുകൊണ്ടാണ് ഡേ ഓഫ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്? നമ്മളെല്ലാ അമലുകളും ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ദാറ്റ് ഡേ. അതായത് നമ്മൾ ചെയ്ത് കൂട്ടിയെല്ലാം നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾക്ക് കാണാം. ഒരു സീക്രറ്റും അന്നത്തെ ദിവസം ഉണ്ടാവില്ല, ഒരു സീക്രറ്റും. പിന്നെ നമ്മൾ വരെ ഫുൾ ഡിസ്പ്ലേയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ. ഓക്കെ സൂറ അൽ കഹ്ഫിൽ പറയുന്നുണ്ട്, ആയത്ത് നമ്പർ 48 വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ. ആ ദിവസം നിങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരെയും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ ജസ്റ്റ് ലൈക്ക് എങ്ങനെ ആദ്യം നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ച പോലെ നിങ്ങൾ എല്ലാവരും ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും നിങ്ങൾ നിൽക്കാൻ. ബൽ സഅംതും അല്ലൻ നജഅല ലക്കും മൗഇദ.
നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, അതായത് നിങ്ങളെല്ലാവരും എന്തെല്ലാം ക്ലെയിം ചെയ്തത്, ഒരിക്കലും ഈ ഒരു ദിവസം വരൂലെന്നല്ലേ. പക്ഷെ അന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും, ലൈൻ ബൈ ലൈൻ ആയിട്ട്. അതായത് ഇതേപോലെ നമ്മൾ ഒരു ദിവസം നിന്നിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും പറഞ്ഞിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത്. അതേപോലെ നമ്മളെല്ലാവരെയും ലൈനിൽ നിർത്തിച്ച പോലെ ഈ സമയത്തും ലൈനിൽ നിർത്തിപ്പിക്കും. ഓക്കെ, അതുകൊണ്ടാണ് യൗമുൽ അർദ് എന്ന് പറയുന്നത് എവരി വൺ ഇസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ വേറൊരു പേര് യൗമത്ത് തനാദ് എന്ന് പറയും. ഓക്കെ, യൗമത്ത് തനാദ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കൂക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, അതായത് ആൾക്കാർ റബ്ബിനോട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ച് പറയുന്നതാണ്, യാ അല്ലാഹ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിത്താന്നുള്ള ആ ഒരു ഇത്. പിന്നെ സ്വർഗം ആൾക്കാരെ വിളിക്കുന്നതാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. സ്വർഗത്തിലെ ആൾക്കാരെ സ്വർഗം വിളിക്കും, നരകത്തിലെ ആൾക്കാരെ നരകം വിളിക്കും. ഓക്കെ, ഓരോ ലീഡേഴ്സിനെ വിളിക്കും. അതായത് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ലീഡേഴ്സ് ആണെങ്കിൽ സ്വർഗം വിളിക്കും, നിങ്ങൾ നല്ലൊരു ലീഡറാണ്. നരകം വിളിക്കും മറ്റേ മോശമായ ലീഡേഴ്സ്. കാരണം എന്തിനാണ്? ലീഡേഴ്സ് ആണല്ലോ വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം അവരെ ഇതാക്കിയത്. ഓക്കെ, പിന്നെ എന്തെന്നാണ് നമ്മളെ റിസൾട്ട്. ഓക്കെ, നമ്മൾ ഈ ദുനിയെ ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ എപ്പോഴാണ്? അന്ന്. അതും എല്ലാവരും കേൾക്കത്തക്കെയാണ് ഇതെല്ലാം നടക്കുന്നത്. അതായത് അന്നത്തെ ദിവസം ആരെയും ഒന്നും അറിയാണ്ടിരിക്കൂല, എല്ലാം കാണും. ഓക്കെ, അന്ന് പിന്നെന്തെന്നാണ്? പിന്നെ വിറ്റ്നസ്സസിനെ വിളിക്കും. അതായത് ഓരോ വിറ്റ്നസ് ഉണ്ടാവും, പല കാര്യങ്ങൾക്കും വിറ്റ്നസ് ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു വിറ്റ്നസിൻ്റെ ഇതന്നെ ഉണ്ട് വരാൻ പോകുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് അന്നേരം നമുക്ക് നോക്കാം. പിന്നെ എന്തെന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ ആൾക്കാരെ വിളിക്കും, അതായത് അവരോട് ഓരോ കാര്യങ്ങൾ പറയാൻ. അപ്പം അങ്ങനെ, അതുകൊണ്ടാണ് ഇത് യൗമത്ത് തനാദ് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ കോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഫസ്റ്റ് റേസ് ചെയ്യുന്ന പറഞ്ഞില്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉയർത്തി, അതായത് എല്ലാവരും ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വരുന്നത് അവരെ റാങ്ക് പ്രകാരമാണ്. അപ്പം ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നെ മെസ്സഞ്ചേഴ്സ്, പ്രോഫിറ്റ്സ്, പിന്നെ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നല്ല നല്ല ആൾക്കാർ, അങ്ങനെ 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 നല്ല നല്ല ആൾക്കാരെല്ലാം ഇങ്ങനെ എണീറ്റ് അവരെല്ലാം ലൈനിലാണ് നിൽക്കുന്നത്. ഓക്കെ, എല്ലാവരും ലൈനിലാണ് നിൽക്കുന്നത്, എല്ലാവരും. എന്നിട്ട് പിന്നെ എന്തെന്നാണ്? ക്രിമിനൽസും ഡിസ്ബിലീവേഴ്സും അവരാണ് ലാസ്റ്റ്. ഓക്കെ, അവരാണ് ലാസ്റ്റ്. അപ്പം എന്തെന്നാണ്? അതായത് നല്ല ബിലീവേഴ്സും നല്ല ആൾക്കാരെല്ലാം അവരെല്ലാം ഫ്രണ്ടായിട്ട് റോസ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പം നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഓക്യുപ്പൈ ആയിട്ടുണ്ട്. പിന്നെയാണ് ഈ ക്രിമിനൽസും ഈ ഡിസ്ബിലീവേഴ്സ് എല്ലാം അവർ നോക്കും, ഇങ്ങനെ എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടാ കിട്ടാനെന്ന്. പക്ഷെ അവർക്കൊന്നും കാണൂല. പിന്നെന്തെന്നാണ്? മുനാഫിക്കീങ്ങൾ അവരും ഉണ്ട്. മുനാഫിക്കീങ്ങൾ തൊട്ട് ബിലീവേഴ്സിൻ്റെ ബാക്കിലാണ്. അവർ എന്തുകൊണ്ടാണ് ഈ ദുനിയയിലും അവരിങ്ങനെ വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലയോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് അവർക്ക് തന്നെ അവിടെ നിന്ന് ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ ഏത് ഗ്രൂപ്പിലായിരിക്കും എന്നുള്ളത്. അങ്ങനെ അള്ളാഹ് ആക്കി കൊടുക്കും മുനാഫിക്സിന്. ഓക്കെ, മുനാഫിക്കങ്ങൾ അങ്ങനത്തെ കളി കളിക്കുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെന്തെന്നാണ്? അന്നത്തെ ദിവസം, അതായത് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയാണ് അവരുണ്ടാവാൻ അന്നത്തെ ദിവസം. ഓക്കെ, അതായത് നമ്മൾക്കെല്ലാം സ്വാലിഹായ ആൾക്കാർ, ഈ ദുനിയയിൽ തന്നെ സ്വാലിഹായ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ അന്ന് സ്വാലിഹായ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ നമ്മളുണ്ടാവും, ആ ഗ്രൂപ്പിൽ തന്നെ. നേരെ മറിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതും നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഏതെല്ലോ ഇങ്ങനത്തെ ക്രിമിനൽസും, അതായത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഓക്കെ, വേണ്ടാത്ത സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്തതാണെങ്കിൽ, കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ഉണ്ടല്ലോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഫുൾ ഇൻഫ്ലുവൻസേഴ്സും അവരെ ഫോളോ ചെയ്യൽ, അവരെ ബ്ലോഗ് എന്തെല്ലോ പണ്ടാരങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം ഇതെല്ലാം ദുനിയയിൽ ഇതെല്ലാം ആണെങ്കിൽ ഓരോ കൂടെയായിരിക്കും ഉയർത്തി എണിപ്പിച്ചിട്ടുണ്ടാവാൻ. ഓക്കെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എവറി പേഴ്സൺ വിൽ ബി ഗ്യാതേർഡ് വിത്ത് എ പേഴ്സൺ ദേ യൂസ് ടു ലവ്. ഓക്കെ, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടെയാണ് അവരുണ്ടാവാനെന്ന്. ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമാണെങ്കിൽ, നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത് അത് അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടാവും അന്നത്തെ ദിവസം. നേരെ മറിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതെല്ലോ ആൾക്കാരാണെങ്കിൽ, ഒരു ഗുണത്തിനും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഓക്കെ, ഇപ്പോഴത്തെ ഫാഷനീസ്റ്റാസും സെലിബ്രിറ്റീസും പിന്നെന്തെന്നാണ് ഇൻഫ്ലുവൻസേഴ്സും പലതും ഉണ്ടല്ലോ ഇപ്പോൾ, പലതുമായിട്ട്. അതെല്ലാം ആണെങ്കിൽ താല്പര്യം അവരെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവാൻ. അതുകൊണ്ടാണ് പറയുന്നത് ചൂസ് വൈസ്ലി, അതായത് കീപ് ഗുഡ് കമ്പാനിയൻ. ഈ ദുനിയയിലുള്ള കമ്പാനിയൻ തന്നെയാണ് നമ്മൾക്ക് ആഖിറത്തിലും ഉണ്ടാവാൻ.
ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ദുനിയയിൽ നിന്നിട്ട് ആലോചിച്ച് നോക്കാൻ നമ്മളെ ഗ്രൂപ്പ് ആരാണ്. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ കാഫിറായിട്ട് ബന്ധം പാടില്ല അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ ആരാണ്, നമ്മൾ ഏറ്റവും അനുകരിക്കുന്ന ആള് ആരെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, അവരെ പോലെ ആവണം എന്ന് മനസ്സിൽ മോഹമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഇതെല്ലാം നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പം ഇതാണ് കോൺഷ്യസ്നെസ് വരേണ്ടത് നമ്മൾക്ക്. അതായത് ഈ ദുനിയയിൽ ഹൂ ആർ അവർ ഫ്രണ്ട്സ്, അവരെ ആഖിറത്തിലും അവരെ കൂടെ തന്നെയാണ് ഉണ്ടാവാൻ. അപ്പൊ ആഖിറത്തിൽ ഡു യു വാണ്ട് ദം, അതാണ് ആലോചിക്കേണ്ടത്. ആഖിറത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ വേണം, സ്വാലിഹായ ആൾക്കാരുടെ കൂട്ടത്തിൽ വേണം. പക്ഷെ ദുനിയയിൽ നമ്മൾ അതുമായിട്ട് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ദുനിയയിൽ ആരെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആക്കുന്നത്, അവരെന്നെയാണ് നമ്മൾക്ക് ആഖിറത്തിലും കൂടെ ഉണ്ടാവാൻ. ഓക്കെ, ആരെ കൂടെയാണ് നമ്മൾ ഇവിടെ ഉള്ളത്, അവരെ കൂടെ തന്നെയാണ് നമ്മൾ ആഖിറത്തിൽ ഉണ്ടാവാൻ. അപ്പം ചൂസ് വൈസ്ലി. ആരെയാണ് നമുക്ക് കൂട്ടത്തിൽ വേണ്ടത്, ആരെയാണ് വേണ്ടത്, അത് നമ്മൾ ആലോചിക്കാൻ. ഓക്കെ, അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പം അല്ലെ, ഇത് പറയുന്ന മുമ്പേ കുറെ സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയൂ, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ഈമാൻ നല്ലൊരു ഇതാണ്, നമ്മൾക്ക് കുറ്റങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല, നമ്മൾക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇതാണെന്ന് പറയും. എന്നിട്ട് പറയും നമ്മൾ ഒറ്റക്കല്ലാകുമ്പോൾ നമ്മളോട് എന്തെല്ലോ ചെയ്തും പോന്നു, എന്തെല്ലോ ആയിപ്പോന്നു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി, എന്നിട്ട് അവർ പറയും ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആഖിറം എന്ന്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറയുന്നത്, അതായത് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടാണ് അവരെ അന്ന് ഉണ്ടാവാൻ. അപ്പൊ സഹാബാക്കൾക്ക് ഭയങ്കര സന്തോഷാവും. കാരണം അവർക്ക് ശരിക്കും ജെന്യുവിൻ ആയിട്ടുള്ള ഇഷ്ടമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. അവർക്ക് ജെന്യുവിൻ ആയിട്ടുള്ള അത്രയ്ക്ക് ഇഷ്ടമാണ്. അവർ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിന്ന് വീഴാൻ കാത്തിക്കുന്നതാണ് അത് ഫോളോ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതാക്കിയിട്ടുള്ള ഒരു കളിയില്ല അവർക്ക്. അപ്പൊ അവർക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരെ കൂടെയാണ് അന്ന് ഉണ്ടാവാൻ. അപ്പം നമ്മൾ ആലോചിക്കാൻ, നമ്മൾക്ക് ഹൂ ആർ അവർ പ്രയോറിറ്റി ഇൻ ദിസ് ദുനിയ, ആരാണ് ആ പ്രയോറിറ്റി, ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അവരെങ്ങനെയാണ്, ഇങ്ങനത്തെ ആൾക്കാരാണ്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ക്ലോസ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഫ്രണ്ട്സ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്സ് ആവണ്ടെന്നൊന്നും ഏടെയില്ല. പക്ഷെ ഫ്രണ്ട്ഷിപ്പിനും കുറേ ലെവൽസ് ഉണ്ടല്ലോ അല്ലേ, പല ലെവൽസും ഇല്ലേ. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരാണ് ആലോചിക്കാൻ, ആരാണ് നമ്മളെ ക്രൗഡ് ആലോചിക്കാൻ, ആരെ കൂട്ടത്തിലാണ് നമ്മൾ അധികം ഉണ്ടാവാൻ ആലോചിക്കാൻ. അന്നേരം നമ്മൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ മാറണമെങ്കിൽ മാറാൻ. ഓക്കെ, പിന്നെ അപ്പം ഇതെല്ലാണ് സംഭവിക്കുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പുതിയ ഒരു ഭൂമിയായിട്ടായിരിക്കും, നമ്മൾ ഈ കാണുന്നൊന്നുമല്ല അന്നത്തെ ദിവസം ഉണ്ടാവാൻ. ഒരു പുതിയ ഒരു ഭൂമിയാണ്. ഓക്കെ, ഇത് സഹി മുസ്ലിമിലാണ് ഈ ഹദീസ് ഉള്ളത്. അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളും ആകാശങ്ങളെല്ലാം ഇങ്ങനെ, ആകാശവും ഭൂമിയും എല്ലാം ഇങ്ങനെ അങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ റൈറ്റ് ഹാൻഡിൽ പോലെ ഉണ്ടാവാൻ. ഇതെല്ലാം ചുരുട്ടി കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈമലാണ് ഉള്ളത്, ഈ ചുരുട്ടിക്കൂട്ടി നമ്മൾ കാണുന്ന ഈ ഭൂമി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാനാണ് മാലിക്. എവിടെ പോയി മറ്റുള്ളവര്, എവിടെ പോയി വലിയ വലിയ അഹങ്കാരത്തിൽ നടന്നവര്, എവിടെ പോയി അള്ളാനെ മറന്നിട്ട് നടന്നവര്, എവിടെ പോയി അഹങ്കാരികൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലെഫ്റ്റ് ഹാൻഡിൽ ഈ ഭൂമി ഫുൾ ചുരുട്ടിയിട്ട് കൈമ പിടിക്കും. എന്നിട്ട് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, എവിടെയാണ്, ഒരു റിപ്പോർട്ടിൽ മറ്റേ സ്കൈസ് ചുരുട്ടിപ്പിടിക്കുന്നു, ഒരു റിപ്പോർട്ടിൽ മറ്റേ ഭൂമി ചുരുട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് ഇതന്നെ ചോദിക്കുന്നത്, എവിടെ പോയി അഹങ്കാരികൾ, എവിടെ പോയി, ഞാനാണ് മാലിക്. ലിമനിൽ മുൽക്കൽ യൗം, ഖുറാനിൽ തന്നെ ഉണ്ട്, ആരാണ് ഇന്നത്തെ മാലിക്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട്, അതായത് സൂറ ഇബ്രാഹിമിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫുൾ ഭൂമിനെ മാറ്റിയിട്ട് വേറൊന്നിനെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം എന്തായിരിക്കും, ആൾക്കാരിൽ എവിടെയാണ് ഉണ്ടാവാനെന്ന് ചോദിക്കും. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതായത് അവര് സിറാത്ത് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിന്റെ മേലെയാണ് ഉണ്ടാവുന്നത്. വേറൊരു നറേഷനിൽ പറയുന്നത്,
ഒരു ജൂതൻ വന്ന് ചോദിക്കുന്നതാണ്, യാ റസൂലല്ലാ, അതായത് എവിടെയാണ് ഈ നമ്മൾ ഉണ്ടാവാനെന്ന്, ഈ ഭൂമിയെല്ലാം മാറുന്ന സമയത്ത് നമ്മൾ എവിടെ ഉണ്ടാവുമെന്ന്. ഓക്കെ, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ സിറാത്ത് എന്ന് പറയുന്ന ആ ബ്രിഡ്ജിന്റെ തൊട്ട് മുമ്പെയാണ് നമ്മൾ ഉണ്ടാവാനെന്ന്. ഇതാണ് പറയുന്നത്, സിറാത്തിന്റെ മേലെ കയറിയിട്ടില്ല, പക്ഷെ സിറാത്തിന്റെ തൊട്ട് മുമ്പ്, ആൻഡ് ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന്. ഓക്കെ, അതായത് അത് മൊത്തം ഡാർക്കിലായിരിക്കും എന്ന്. ഓക്കെ, അതായത് അത് ഫുൾ ഇരുട്ടത്തായിരിക്കും അത് ഉണ്ടാവാനെന്ന്. ഈ ഹെവൻസും, അതായത് ഈ ആകാശവും ഭൂമി റൂൾ ചെയ്യുന്നത് സൂറ സുമറിലുണ്ട്. ഓക്കെ, സൂറ സുമർ 67-ാമത്തെ ആയത്തില് വമാ ഖദറുല്ലാഹ ഹഖ് ഖദ്രി, അതായത് അവർക്കൊന്നും അള്ളാഹിനെ വലിയ വാല്യൂ ഉണ്ടായിട്ടില്ല. വൽ അർദു ജമീഅൻ ഫഖബദത്ഹു യൗമൽ ഖിയാമ, അതുകൊണ്ട് ഈ ഭൂമിനെ, ഓക്കെ, യോമൽ ഖിയാമൻ്റെ അന്ന് ഈ ഭൂമിനെ ഞാൻ ചുരുട്ടിയിട്ട്, അതായത് ഗ്യാദർ ചെയ്യും എൻ്റെ കൈമല്. ഓക്കെ, വസ്സമാവാത്തു മത്വിയാത്തും ബി യമീനി, എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ ഞാൻ ആകാശങ്ങളും റോൾ ചെയ്തിട്ട് വെക്കും. ഓക്കെ, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അതായത് ഹൗ പെർഫെക്റ്റ് ഹി ഈസ് ആൻഡ് ഹൗ എക്സോൾട്ടഡ്, അതായത് അള്ളാഹ് എത്ര വലിയവനാണ്, എത്ര പെർഫെക്റ്റ് ആണ്. അമ്മാ യുശ്രികൂൻ, ഇവരെല്ലാം അസോസിയേറ്റ് ചെയ്യുന്നില്ലേ, ഷിർക്ക് ചെയ്യുന്നില്ല, അതിനെല്ലാം എത്ര വലിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇത് ഹദീസ് മാത്രമല്ല, ഖുർആനിൽ തന്നെ ഒരു ആയത്തായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, റോളിംഗ് അപ്പ് ദി സ്കൈസ് ആൻഡ് ദി എർത്ത് എന്നാണ്. ഓക്കെ, പിന്നെ എന്തെന്നാണ് അടുത്തതാണ് അൽ ഹഷർ എന്ന് പറയുന്നത്, എല്ലാവരെയും ഗ്യാദർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരെയും ഗ്യാദർ ചെയ്യും. ഓക്കെ, അതായത് ഇത് സഹി മുസ്ലിമിന് ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, എല്ലാവരെയും അവരെ ഉയർത്തി എണീപ്പിക്കാൻ, ഏത് സ്റ്റേറ്റിലാണ് അവർ മരണപ്പെട്ടത് ആ സ്റ്റേറ്റിലായിരിക്കും അവർ ഉയർത്തി എണീക്കാനെന്ന്. അതിൻ്റെ അർത്ഥം, നമ്മൾ എങ്ങനെയാണ് ഈ ദുനിയയിൽ ജീവിച്ചത്, എങ്ങനെയാണ് നമ്മൾ മരണപ്പെട്ടത്, അതേപോലെയാണ് നമ്മൾ ആഖിറത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ നല്ല ഈമാനോട് കൂടി തൗഹീദ് ദൃഢമായി പിടിച്ചിട്ട് നമ്മൾ മരിച്ചതാണെങ്കിൽ അതേ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും നമ്മളെ ഉയർത്തി എണീപ്പിക്കാൻ. ഓക്കെ, അതായത് എവ്രി വൺ വിൽ ബി ഗാദേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിയർ ആക്ഷൻസ്. ഓക്കെ, എവ്രി വൺ വിൽ ബി ഗാദേർഡ് അക്കോർഡിംഗ് ടു ദിയർ ആക്ഷൻസ്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഹദീസ് എല്ലാം ബുഖാരി മുസ്ലിമിലാണുള്ളത്. ഓക്കെ, അതായത് ഒരു ഷഹീദായ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ വഴിക്ക് അടി കഴിഞ്ഞിട്ട്, അതായത് ബാറ്റിൽ ഫീൽഡിൽ മരിച്ചവർ, ഓക്കെ, ഷഹീദായവർ, അങ്ങനെ ജിഹാദ് ഫി സബീലില്ല. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഇതിൽ ബാറ്റിൽ ഫീൽഡിൽ മരിച്ചവർ, അവരെങ്ങനെയാണ് ഉയർത്തി എണീപ്പിക്കാൻ? അതേ ചോരയിലെ രക്തത്തിൽ പുരണ്ടിട്ടാണ് അവരെ എണീപ്പിക്കാൻ. പക്ഷെ ആ രക്തത്തിന് എന്തിനാണ് അങ്ങനെ എണീപ്പിക്കുന്നത്? മറ്റുള്ളവർക്ക് കാണാൻ, കണ്ടില്ലേ എൻ്റെ ഇബാദി എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സഹിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചോര മണമല്ല ഉണ്ടാവാൻ, രക്തത്തിൻ്റെ മണമല്ല ഉണ്ടാവാൻ, അതിന് മസ്കിൻ്റെ മണമാവലും ഉണ്ടാവാനെന്ന്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പം ഒരു സഹാബി മരണപ്പെട്ടു. ഓക്കെ, അതായത് ഈ സഹാബി ഇഹ്റാം എന്ന് പുറത്തായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സഹാബാക്കളോട് പറയും, നിങ്ങൾ അയാളെ ഗുസ്ൽ കൊടുക്കുമ്പം അയാളെ സിദ്റിന്റെ ഇലകളുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കുളിപ്പിക്കാൻ. എന്നിട്ട് അതേ ഇഹ്റാം തന്നെ ഇട്ട് കൊടുക്കാൻ. ഓക്കെ, മേത്തിട്ട് കൊടുക്കാൻ, മുഖവും തലയും കവർ ചെയ്യണ്ടാന്ന്. കാരണം ഇയാൾ ഇഹ്റാം എന്ന് പുറത്തായിട്ടില്ലേനു. ഓക്കെ, അതിനു മുമ്പേ ഇയാൾ മരണപ്പെട്ടു, എന്തോ സൂക്കേട് വന്നിട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാളെ ഫേസും ഹെഡും കവർ ചെയ്യണ്ട. കാരണം ആണുങ്ങൾക്ക് കവർ ചെയ്യാൻ പാടില്ലല്ലോ, ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ തല മറക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് അയാളെ അതേപോലെ തന്നെ കീപ്പ് ഹിം ഇൻ ദാറ്റ് സ്റ്റേറ്റ്. കാരണം എന്തുകൊണ്ടാണ്? യൗമൽ ഖിയാമൻ്റെ അന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ അയാൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ടാവോലോ ഉയർത്തി എണീപ്പിക്കാനെന്ന്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം ഒരു ഭയങ്കര എന്താ പറയാന്, സുബ്ഹാനല്ലാഹ്, അതെല്ലാം ശരിക്കും ഭയങ്കര ഒരു ഇതായിട്ടുള്ള മരണം തന്നെയാണ്. അതായത് എല്ലാവരും കൊതിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സുജൂദിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സുജൂദ് ചെയ്തുകൊണ്ടാണ് ഉയർത്തി എണീപ്പിക്കാൻ, അള്ളാഹിനോട് സുജൂദ് ചെയ്തുകൊണ്ട്. അതെന്താ ഒരു ഹമ്പിളായിട്ടുള്ള ഒരു ഇതല്ലേ. നിസ്കാരത്തിൽ മരിച്ചാൽ ആ നിസ്കരിക്കുന്ന ആ ഇതിലാണ് നാം ഉയർത്തി എണീപ്പിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു നല്ലൊരു ഹുസ്നുൽ ഖാത്തിമ, അതായത് ഗുഡ് എൻഡ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് ഇനിയും കുറച്ചുണ്ട്. അതായത് ഇതെല്ലാം ഒരു ഇവൻറ്റ്സ് ആണ്. ഈ സമയത്ത് ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ കുറേ പേരുകളുണ്ട്. എന്തുകൊണ്ടാണ്? പല കാര്യങ്ങളുമാണ് ഈ ദിവസം നടക്കാൻ പോകുന്നത്, പല കാര്യങ്ങളും. ഓക്കെ,
പല പല കാര്യങ്ങളും. അതുകൊണ്ടല്ലേ പറയുന്നത് 50,000 വർഷം എടുക്കും ഈ ഒരു ജഡ്ജ്മെന്റ് തീരാൻ. 50,000 വർഷം. സുബ്ഹാനല്ലാഹ്. എന്താണത് സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.